കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻ്ററിലേക്ക് എല്ലാ ദൈവമക്കൾക്കും, ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നന്മ ആമേൻ സ്തോത്രം ചെയ്തു. നന്മയെക്കുറിച്ചാണ് ആമേൻ 2 വെളിപ്പാടുകൾ ആമേൻ നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ആമേൻ പരിശുദ്ധാത്മാവിലും ശക്തിയിലും ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടൊരു ദൂത് കൈമാറാനുണ്ട്. ആമേൻ സ്തോത്രം. നിങ്ങളെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എന്തിന്? ആമേൻ സ്തോത്രം. ആമേൻ നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കാൻ. ഇവിടെ പറഞ്ഞു പരിശുദ്ധാത്മാവിലെ ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തതുകൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ഒരു വലിയവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ആമേൻ ഇന്ന് പകലിൽ എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. എൻ്റെ പ്രശ്നങ്ങളെക്കാൾ ഒരു വലിയവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ പ്രതിസന്ധികളെക്കാൾ ഒരു വലിയവൻ എന്നോട് കൂടെയുണ്ട്. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന്റെ നടുവിൽ ആമേൻ പ്രവർത്തിപ്പാൻ ഒരു ശക്തൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അവനെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പറയുകയാ ആമേൻ ആ ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ആമേൻ നന്മ ചെയ്തു, നന്മ ചെയ്തു. ഇന്ന് പകൽ 2 വിഷയങ്ങളിലാണ് നന്മ ചെയ്യേണ്ടത്. ഒന്ന് ആമേൻ സ്തോത്രം നമ്മുടെ പ്രാണനോട് നന്മ ചെയ്യണം. നമ്മുടെ ആമേൻ സ്തോത്രം ആത്മാവിനോട് നന്മ ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? നമ്മുടെ പ്രാണന് വേണ്ടിയിട്ടാ. കർത്താവ് മരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? ആമേൻ. ഹല്ലേലൂയ. നാം പാതാളത്തിൽ പോകേണ്ടതിന് പകരം എൻ്റെ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങിയത് ആമേൻ സ്തോത്രം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് രക്ഷ നൽകി നമ്മുടെ പ്രാണനെ അവൻ്റെ പ്രാണൻ കൊടുത്തു വീണ്ടെടുത്തു. ആ വീണ്ടെടുത്ത പ്രാണനെ ആമേൻ പ്രാണന് നമ്മൾ നന്മ ചെയ്യണം. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒന്നാമത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഒന്നാമത് നന്മ ചെയ്യേണ്ടത് നമ്മുടെ പ്രാണനോട് നമ്മൾ നന്മ ചെയ്യണം. ആമേൻ സ്തോത്രം. വചനം പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നേടിയില്ല എങ്കിൽ സ്തോത്രം പ്രയോജനമില്ല. ഇന്ന് പകല് പ്രയോജനം ഈ ഭൂമിയിൽ നമ്മൾ അധ്വാനിക്കുന്ന, നമ്മൾ പാടി പ്രാർത്ഥിച്ച് വിശുദ്ധിയിലും വേർപാടിലും നിന്ന് ആമേൻ സ്തോത്രം ഈ കഷ്ടമൊക്കെ സഹിച്ചിട്ട് നമ്മുടെ പ്രാണനെ നേടിയില്ല എങ്കിൽ, നമ്മൾ നിത്യതയിൽ പോയില്ല എങ്കിൽ ഒരു പ്രയോജനം. അനേകർ ഓട്ടമോടി ആമേൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്താതെ പിന്മാറിപ്പോയ എത്രയോ പേർ. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആത്മാവ് പറയുന്നു നിന്റെ പ്രാണനെ നീ എന്ത് ചെയ്യണം? നിന്റെ പ്രാണനെ നീ കരുതണം. ആമേൻ. നമ്മുടെ പ്രാണനെ കരുതണം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സദൃശ വാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ 17-ാമത് വാക്യം. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദയാലുവായ മനുഷ്യൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യും. പ്രാണന് ഇതുവരെ കേൾക്കാത്തതാണല്ലോ. സ്വന്തം പ്രാണന്
ആര് നന്മ ചെയ്യണം? ഇവിടെ രണ്ട് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ദയാലുവായ മനുഷ്യൻ, രണ്ട് ക്രൂരനായ മനുഷ്യൻ. അപ്പോ നമ്മൾ ഈ രണ്ട് മനുഷ്യൻ, ഒന്ന് ദയാലുവായ മനുഷ്യൻ, രണ്ട് ക്രൂരനായ മനുഷ്യൻ. അപ്പൊ നമ്മളിലെ ദയാലുവായ മനുഷ്യൻ, അവൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മളിലുള്ള ദയാലുവായ മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ എഴുന്നേൽക്കും. എന്നിട്ട് നമ്മുടെ പ്രാണന് ഒന്നാമത് മറ്റുള്ളവർക്കല്ല, നമുക്ക് നന്മ ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ശ്രമങ്ങൾ, നമ്മുടെ ചിന്തകൾ സകലതും ആർക്ക് വേണ്ടിയാ? ഒരപ്പന്റെ ചിന്ത, ഒരമ്മയുടെ ചിന്ത, അവരുടെ ഓട്ടം, അവരുടെ അധ്വാനം ആർക്ക് വേണ്ടിയാ? കഠിനാധ്വാനം, തലമുറകൾക്ക് വേണ്ടി ഓടി 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 അധ്വാനിച്ചു. അവൻ പഠിപ്പിച്ചു, നല്ല ജോലി മേടിച്ചു കൊടുത്തു, അവരെ വിവാഹം കഴിച്ചു കൊടുത്തു, അവരുടെ തലമുറകളെ സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ ആഗ്രഹിച്ചു. ദൈവം അവർക്ക് തലമുറകളെ കൊടുത്തു, അവരെ പഠിപ്പിച്ചു, അവരുടെ തലമുറയെ കണ്ടു. ഒന്നും രണ്ടും തലമുറ കണ്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. തലമുറകളെ കണ്ട് സ്തോത്രം ഹല്ലേലൂയ. ഈ ഓട്ടത്തിനിടയിൽ ഞാനും നിങ്ങളും മറന്നു പോകുന്നത് എന്തെന്നറിയാമോ? മറന്നു പോകുന്നത് സ്വന്തം പ്രാണന് വേണ്ടി സ്തോത്രം കരുതാൻ പലപ്പോഴും പലരും മറന്നു പോകുന്നു. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം പ്രാണന് വേണ്ടി ചിലത് കരുതണം. പ്രാണനെ കരുതാതെ പോകരുത്. സകലവും നേടിയാലും സ്വന്തം പ്രാണനെ നേടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം തന്ന ഈ ആയുസ് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മുടെ പ്രാണന് നന്മ ചെയ്യണം. എങ്ങനെയാ പ്രാണന് നന്മ ചെയ്യുന്നേ? അടുത്ത മനുഷ്യനെ കുറിച്ച് പറയാ, ക്രൂരനോ സ്വന്തം പ്രാണനെ ഉപദ്രവിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രാണന് നന്മ ചെയ്യണം. നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യരുത്? നമ്മുടെ പ്രാണനെ ഉപദ്രവിക്കരുത്. പ്രാണനെ നിങ്ങൾ ഉപദ്രവിക്കാറുണ്ടോ? പക്ഷെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. സ്തോത്രം. സ്വന്തം പ്രാണൻ എന്ത് ചെയ്യണം? ഉപദ്രവിക്കരുത്, നന്മ ചെയ്യണം. ഇന്ന് പകലിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ സ്തോത്രം പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കാം. സ്വന്തം പ്രാണൻ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? സ്വന്തം പ്രാണൻ എങ്ങനെയാണ് നന്മ ചെയ്യുന്നത്? ഇതറിഞ്ഞിട്ട് രണ്ടാമത് ഒരു നന്മ കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ആമേൻ. ഒരായുസ് മുഴുവനും ഓടിയിട്ട് ദൈവരാജ്യത്തിന് പുറത്താകുന്ന, സ്വന്തം പ്രാണന് ക്രൂരത ചെയ്യുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയാണ്. ഒന്ന് നായ്ക്കൾ. എന്തിനാ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചേ? നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് പിന്മാറ്റക്കാർ എന്ന് പറഞ്ഞാൽ, നായ്ക്കൾ ദൈവവചന ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നായ്ക്കൾ ഛർദ്ദിച്ചിട്ട് വീണ്ടും അത് തിരിച്ചെടുക്കും. അതുപോലെ ദൈവമക്കളാകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ വീണ്ടും പഴയ പ്രവൃത്തിയിലേക്ക് പോകരുത്. പഴയ പ്രവൃത്തിയിലേക്ക് പോയാൽ അതെന്താ ചെയ്യണം? നമ്മുടെ പ്രാണനോട് ക്രൂരത കാണിക്കാൻ. അവരെല്ലാം ദൈവരാജ്യത്തിന് പുറത്തായി പോകും. ഒന്ന് പിന്മാറി പോകരുത്. പിന്മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അവിടെ മാനസാന്തരപ്പെട്ട് നമ്മുടെ പ്രാണന് നന്മ ചെയ്യണം. നമ്മൾ പിന്മാറിപ്പോയാൽ നമ്മുടെ ആത്മാവ് എവിടെ പോകും? നിത്യനരകത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ പ്രാണനോട് നമ്മൾ എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. ദൈവത്തോടൊരു മനുഷ്യൻ കൂടുതൽ അടുക്കുമ്പോൾ അവന്റെ പ്രാണനോട് അവൻ നന്മ ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നായ്ക്കൾ. അടുത്ത് പറയുന്നു ക്ഷുദ്രക്കാർ.
ക്ഷുദ്രക്കാർ. വചനം പറഞ്ഞു മത്സരം ആഭിചാര ദോഷം പോലെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ മത്സര ജീവിതം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആമേൻ നമ്മുടെ പ്രാണനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? സ്തോത്രം. ക്ഷുദ്രക്കാർ, അടുത്ത് ദുർനടപ്പുകാർ, ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുന്നവർ. അടുത്ത് പറയുന്നു കൊലപാതകന്മാർ. നമ്മുടെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായി നമ്മുടെ കൈകളെ മലർത്തിയാൽ ആമേൻ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകരുത്? രക്തം ഉണ്ടാകരുത്. കൊലപാതകം ചെയ്യരുത്. വചനം പറഞ്ഞു സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകം. ഹലോ. സഹോദരനെ പകയ്ക്കുന്നവൻ, അവൻ സഹോദരനെ പകച്ചാൽ നമ്മൾ ആരായി? കൊലപാതകനായാൽ എന്ത് സംഭവിക്കും? ദൈവരാജ്യത്തിന് പുറത്താകും. നമ്മുടെ പ്രാണനോട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാണനോട് പ്രൈസ് ദി ലോർഡ്. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ബിംബാരാധികൾ. ആമേൻ. ദൈവത്തെക്കാൾ അധികം നമ്മൾ ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല. ബിംബാരാധികൾ. അടുത്ത് പറയുന്നു ഭോഷ്കിൽ പ്രിയപ്പെടുകയും. ആമേൻ. ഭോഷ്ക് പറയുകയും ഭോഷ്കിൽ പ്രിയപ്പെടുകയും ചെയ്യുന്നവരും എന്ത് ചെയ്യും? പുറത്താകും. ആമേൻ. ഇത് നമ്മുടെ പ്രാണനോടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? നമ്മളെ സ്തോത്രം. സത്യം പറഞ്ഞാൽ അറിയാതെ എത്രയോ കള്ളം പറയുന്നു. ആമേൻ. കള്ളം പറഞ്ഞില്ലേ? ഞാൻ കള്ളം പറയത്തില്ല, പക്ഷെ കള്ളം പറയുന്നവരോട് നമ്മൾ കള്ളം പറയത്തില്ല. പക്ഷെ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അങ്ങനെ തന്നെ എനിക്കറിയാതെ നേരത്തെ ഞാനും അത് കേട്ടിട്ടുണ്ട്. അതിനോട് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ പ്രാണനോട് ക്രൂരത ചെയ്യുക. ഇന്ന് പകലിൽ എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്തിനെങ്ങനെ പറയുന്നത്. ആമേൻ. ഞാൻ പറയുന്നു നമ്മളൊന്നും ആ കൂട്ടത്തിലുള്ളവരല്ല. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നവരല്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാണന് നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മൾ പിന്മാറി പോകുന്നവരല്ല, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവരാ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ പ്രാണൻ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ആമേൻ. നമ്മൾ മത്സരികളല്ല, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരാ. വചനം പറഞ്ഞു താഴ്മയുള്ളവനെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. നമ്മൾ ആമേൻ അഹങ്കാരികളുടെ കൂട്ടത്തിലുള്ളവരല്ല, താഴ്മയുള്ളവരുടെ കൂട്ടത്തില. ആമേൻ. ദൈവത്തിന് ഉയർത്താൻ പറ്റിയ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം വചനം പറഞ്ഞു താഴ്മയുള്ളവനെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രകാരത്തിൽ നമ്മുടെ പ്രാണന് ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:19 വായിക്കുമ്പോൾ അവിടെ ആമേൻ എഴുതിയിരിക്കുന്നത് ദുർനടപ്പ്, ദുഷ്കാമം, ആമേൻ സ്തോത്രം, വിഗ്രഹാരാധന, ആഭിചാരം, ആമേൻ പിണക്കം, ആമേൻ സ്തോത്രം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, ഹല്ലേലൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എടുത്തു കളയണം. ആമേൻ. എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാണനോട് നമ്മൾ എന്ത് ചെയ്യുക? ആമേൻ സ്തോത്രം, ദ്രോഹം ചെയ്യുക. ഇതിൽ ആമേൻ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന അവസാനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ആമേൻ. ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം ആമേൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലെ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർന്നു വരാതിരിക്കാൻ ആമേൻ പ്രാർത്ഥിച്ച് ജയമെടുത്തോണം. അതുകൊണ്ട് ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ജഡത്തിന്റെ പ്രവർത്തികളെ ആമേൻ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ജീവിക്കുന്നവരുടെ കൂട്ടത്തില്ല. ആമേൻ. ദ്രോഹം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, മരിച്ചവരുടെ കൂട്ടത്തിലല്ല. ആമേൻ. നമ്മൾ ജീവിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ പ്രാണന് നേരെ വെല്ലുവിളിക്കുന്ന ആമേൻ ദുരാത്മ മണ്ഡലങ്ങൾ ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽക്കാലം തകരാൻ പോവുകയാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇതിലേതെങ്കിലും ഒന്നിരുന്നാൽ ആമേൻ പിശാചു പറയും, എന്തിനാ
ഇങ്ങനെ പ്രസംഗിക്കുന്നത്, എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നാൽ പിശാച് പറയും, കൈയടിച്ചോ, പാട്ടുപാടിക്കോ, അന്യഭാഷ പറഞ്ഞു, പക്ഷെ നീ ദൈവരാജ്യത്തിൽ കടക്കണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആമേൻ, നമ്മൾ സ്വർഗത്തിൽ പോകണോ വേണ്ടയെന്ന് പിശാച് അല്ല തീരുമാനിക്കുന്നത്, സാത്താൻ അല്ല തീരുമാനിക്കുന്നത്. ആമേൻ. സ്വർഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്ന, ആമേൻ, ഞാനും എന്റെ ദൈവവുമാ. പിശാചേ, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീയല്ല തീരുമാനമെടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എടുക്കും തീരുമാനം. ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നീ സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ളത് അത് നിന്റെ തീരുമാനമാ. നിന്റെ പ്രാണനും നന്മ ചെയ്യേണ്ടത് അത് നിന്റെ തീരുമാനമാ. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പിശാച് വെല്ലുവിളിക്കുന്നത്, ആമേൻ സ്തോത്രം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വില കൂടിയ മൊബൈൽ അല്ല അവൻ്റെ വിഷയം. ആമേൻ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വില കൂടിയ ഡ്രസ്സ് അല്ല പിശാചിന്റെ വിഷയം. നിങ്ങൾ താമസിക്കുന്ന വീടല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ അക്കൗണ്ട് അല്ല പ്രശ്നം. എന്താ പിശാചിന് പ്രശ്നം? പിശാചിന് ഒന്നേ ഉള്ളു പ്രശ്നം, നിന്റെ പ്രാണനാണ് അവൻ്റെ പ്രശ്നം, നിന്റെ ആത്മാവാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി. അവൻ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ചത്താ മതിയായിരുന്നു, ഒന്ന് തീർന്നെങ്കിൽ മതിയായിരുന്നു, ജീവിച്ചത് മതി കർത്താവേ, ഇങ്ങനെ എന്തിനാ ഒരു ജീവിതം? എന്താ പിശാചിന് നിന്റെ പ്രാണനോട് താല്പര്യം? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം പിശാചിന്റെ വെല്ലുവിളി, പിശാചിന്റെ ലക്ഷ്യം നിന്റെ ആത്മാവാ. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മാവിനെ വെല്ലുവിളിക്കുന്ന ഒരു വിഷയത്തിനകത്തും എൻ്റെ ദൈവകുഞ്ഞ് നീ കുരുങ്ങി പോകരുത്. ഇന്ന് പകൽക്കാലം ആമേൻ വചനം പറയുന്നു, ആമേൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിന്റെ പ്രാണനെ കരുതാനാ. ഇന്ന് പകൽ നിന്റെ പ്രാണനെ കരുതുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മന്ദിരത്തിൽ അധിവസിപ്പുണ്ട്. ഇന്ന് പകല് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകല് നിന്റെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? പിശാചിന് ആമേൻ വെല്ലുവിളിക്കാനുള്ളതല്ല നിന്റെ പ്രാണൻ, പിശാചിന് ജീവിക്കാനുള്ളതല്ല നിന്റെ പ്രാണൻ. ആമേൻ സ്തോത്രം. പിശാചിന് നിന്റെ ചുറ്റിലും നിന്ന് ആമേൻ നീ ആരാധിക്കുമ്പോൾ നിന്നെ ഹല്ലേലൂയ ആമേൻ കളിയാക്കാനല്ല. ഇന്ന് പകൽക്കാലം നീ കരമടിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആമേൻ, ദൂതന്മാർ ഇറങ്ങി നിന്ന് ആമേൻ നിന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ പ്രാണൻ, ഈ മുഴു ലോകത്തെക്കാൾ വിലയുള്ള നിന്റെ പ്രാണൻ. ഇന്ന് പകല് ദൈവത്തിന്റെ വിഷയം നിങ്ങളുടെ പ്രാണനാ. ദൈവത്തിന്റെ വിഷയം നിങ്ങളുടെ നിത്യതയാ. ദൈവത്തിന്റെ വിഷയം നിങ്ങളുടെ ജീവനാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് പകല് പല വിഷയങ്ങളുടെ അകത്തും ആമേൻ സ്തോത്രം നീറി പുകഞ്ഞ് കുരുങ്ങി ആമേൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വിഷയമല്ല, ദൈവത്തിന് വിഷയം. ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആമേൻ ഭാരപ്പെട്ടിരിക്കുക, പക്ഷെ സ്വർഗത്തിന് ഒരൊറ്റ ഭാരമേ ഉള്ളൂ, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ദൈവത്തിന് ഭാരം. ഹല്ലേലൂയ. ആമേൻ. ദൂതന്മാർക്ക് ഭാരം നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന് ഭാരം നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ പ്രാണനെ നമ്മൾ കരുതാമെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും ആമേൻ സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകി തരും. എനിക്കറിയാം ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളെ അവകാശം പറയുന്ന അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഉടയാൻ പോവുകയാണ്. ദൈവകുഞ്ഞെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ അവകാശം പറഞ്ഞ്, നിന്റെ പ്രാണനെ അവകാശം പറഞ്ഞ് നിൽക്കുന്ന ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ഇന്ന് പകൽക്കാലം അത് ഉടയാൻ പോവുകയാണ്, അത് തകരാൻ പോവുകയാണ്. പിശാചിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ പിശാച് വിചാരിച്ചു പത്രോസിനെയും ഒതുക്കി കളയാമെന്ന്. ഹല്ലേലൂയ ആമേൻ. പത്രോസിനെ ഒതുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ആമേൻ പത്രോസിനോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ശത്രുവിന്റെ ലക്ഷ്യത്തിന് വിട്ടുകൊടുക്കാൻ എൻ്റെ ദൈവം ആമേൻ സ്തോത്രം വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽ നിന്റെ പ്രാണനെ വിട്ടുകൊടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഒന്ന് പ്രാണന് നന്മ ചെയ്യണം. നമ്മുടെ ആത്മാവിന് വിരോധമായ ഒരു വിഷയങ്ങൾക്കകത്തും ഇടപെടരുത്. ആമേൻ. ഒന്നിനും വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവ് പറഞ്ഞു, ആമേൻ, നിങ്ങളുടെ പ്രാണൻ ഈ ഭൂമി മുഴു ലോകത്തെക്കാളും വിലയേറിയതാണ് നിങ്ങളുടെ പ്രാണൻ. എന്താ നിങ്ങളുടെ പ്രാണൻ ഇത്ര വിലപ്പെട്ടത്? ഹല്ലേലൂയ ഒരുവൻ നമുക്ക് വേണ്ടി പ്രാണനെ തന്നതുകൊണ്ട് നമ്മുടെ പ്രാണന് വിലയേറിയതായി മാറി. ഈ വിലയേറിയതായ പ്രാണൻ ആമേൻ ചെറിയൊരു വിഷയത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ
ഹല്ലേലൂയ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഒന്ന് പ്രാണന് വേണ്ടി നന്മ ചെയ്യണം. ഓരോ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മാവിന് വിരോധമായി എന്നിൽ ഉയരുന്ന എല്ലാ ഉയർച്ചകളും, എല്ലാ സങ്കല്പങ്ങളും, എല്ലാ വിചാരങ്ങളെയും ക്രിസ്തു യേശുവിൻ്റെ അനുസരണത്തിൽ കർത്താവേ ഞാൻ അതിനെ പിടിച്ചടക്കും. ആമേൻ, ഞാൻ അതിനെ പിടിച്ചടക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കുവാൻ കഴിയാതെ ആമേൻ ജീവിതത്തിൽ പൊട്ടിത്തെറിച്ച് ഹല്ലേലൂയ ജീവിതം മതിയെന്ന് ആമേൻ നിന്റെ വായ് കൊണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞുപോയി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറ, ആമേൻ, മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ നാവിൽ ജീവൻ മാത്രം മതി. മരണത്തിന്റെ വാക്കുകൾ ഇനി ഉച്ചരിക്കരുത്. മരണത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ വിട്ട് ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. മരണത്തിന്റെ ശക്തി നമ്മളെ വീട്ടിനകത്ത് കയറരുത്. മരണത്തിന്റെ ശക്തി നമ്മളെ കുടുംബത്തിനകത്ത് കയറരുത്. ആമേൻ, സ്തോത്രം. ഇന്ന് പകല് ദൈവകുഞ്ഞ് നിന്റെ നാവിൽ ആമേൻ മരണമല്ല ഇരിക്കേണ്ടത്, നിന്റെ നാവിൽ ജീവൻ ഇരിക്കണം. നിന്റെ നാവിൽ ദൈവത്തിന്റെ ജീവനാ. ഹല്ലേലൂയ. മരണത്തിന് നിന്റെ നാവിന്മേൽ അധികാരമില്ല. ഹല്ലേലൂയ. സ്വയം പറയരുത് മതി കർത്താവേ എന്ന് പറയരുത്. ഭൂമിയിൽ തന്ന ആയുസ് ആമേൻ വിശ്വാസതയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകല് ചില മരണത്തിന്റെ ശക്തികളെ ദൈവം അഴിക്കും. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരിക്കാനല്ല നിന്നതെ കണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. മരണത്തിന്റെ പരാജയത്തിന്റെ വാക്കുകൾ പറയരുത്, നിരാശയുടെ വാക്കുകൾ പറയരുത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, പ്രത്യാശയുടെ വാക്ക് പറയണം, ജീവന്റെ വാക്കുകൾ പറയണം. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ പ്രാണന് നന്മ ചെയ്യണം. രണ്ട്, മറ്റുള്ളവരുടെ പ്രാണന് നന്മ ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് എന്തിനാ? പരിശുദ്ധാത്മാവ് വന്നത് രണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല, പ്രാർത്ഥിച്ച ഒരു ആലോചന പറഞ്ഞിട്ട് പോകാനല്ല. പരിശുദ്ധാത്മാവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എലീശ പ്രവാചകന് ആമേൻ ചുറ്റും അഗ്നിമയ രഥങ്ങളോടുകൂടെ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി നിന്നു. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യൻ അടുത്ത് വന്നിട്ട് ആമേൻ, സ്തോത്രം, പറഞ്ഞു, എലീശയോട് പറഞ്ഞു, പ്രവാചകനെ, യജമാനനെ, അരാം രാജാവിൻ്റെ സൈന്യം ഞങ്ങൾക്ക് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? ഞങ്ങൾക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. അവൻ ഇനി എന്ത് ചെയ്യും? രക്ഷയില്ലല്ലോ. ഇത് പറയുമ്പോൾ എലീശ പ്രവാചകൻ തൻ്റെ ബാല്യക്കാരൻ്റെ തലയിൽ കൈവച്ച ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ആവലാതി? കണ്ണ് തുറക്കാത്തത് ആവലാതി. ആമേൻ, നമ്മുടെ അകത്തെ കണ്ണൊന്ന് തുറന്നു നോക്കിയേ, ഈ ജീവിതം കണ്ടൊന്നും ഭാരപ്പെടത്തില്ലെന്ന്. ആമേൻ, സ്തോത്രം. ഒന്നിനെ കണ്ടാലും പതറിപ്പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. മരണം പോലും നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കണ്ണ് തുറന്ന് അവൻ നോക്കുമ്പോൾ ഹല്ലേലൂയ, അരാം രാജാവിൻ്റെ സൈന്യത്തെക്കാൾ വലിയ സൈന്യം അഗ്നിമയ രഥങ്ങളിൽ ആമേൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു. ഇത് കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഭയം മാറിപ്പോയി. ഇന്ന് പകൽ കണ്ണുകളെ തുറന്നാൽ ചില ഭയങ്ങൾ വിട്ടുമാറും. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവകുഞ്ഞ് ദൈവത്തിന്റെ കരുതലുകൾ നീ കാണണമെങ്കിൽ ഹല്ലേലൂയ അവൻ ആമേൻ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ആമേൻ, നിന്റെ കുടുംബക്കാരുടെ ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ആമേൻ ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ നിരാശപ്പെടരുത്. നീ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കരുതലുകൾ ഈ ദിവസങ്ങളിൽ കാണത്തക്ക നിലകളിൽ ദൈവമേ എന്റെ കണ്ണൊന്ന് തുറക്കണമേ, എന്റെ കണ്ണു തുറക്കണം. ദൈവകുഞ്ഞേ, നിന്റെ കണ്ണു തുറന്നാൽ ദൈവത്തിന്റെ കരുതലുകൾ ഇന്ന് പകൽക്കാലം നീ കാണും. നിരാശപ്പെടത്തില്ല, നിരാശപ്പെടത്തില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ഹല്ലേലൂയ. നമുക്കൊരു വചനം കൂടെ വേഗത്തിൽ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35-ാമത് വാക്യം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ശ്രദ്ധിക്കണേ. ഒന്ന്, സ്വന്തം പ്രാണന് നമ്മൾ നന്മ ചെയ്യണം. രണ്ട്, മറ്റുള്ളവരുടെ പ്രാണന് നന്മ ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നത് അതിനു വേണ്ടിയാണ്. നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം.
ആമേൻ. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഇരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ അഗതിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ എപ്പോഴാ വിശന്നിരുന്നേ? ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നീ വിശന്ന് എപ്പോഴായിരുന്നേ? നീ എപ്പോഴാ ദാഹിച്ചിരുന്നേ? നീ എപ്പോഴാ നഗ്നനായിരുന്നേ? നീ എപ്പോഴാ അഗതിയായിരുന്നേ? നീ എപ്പോഴാ രോഗിയായിരുന്നേ? നീ എപ്പോഴാ തടവിലായിരുന്നേ? ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ചെയ്യുന്നത്, സ്തോത്രം, ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തതല്ല ആർക്ക് വേണ്ടിയാ ചെയ്തേ? സ്തോത്രം. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? സ്തോത്രം. നന്മ ചെയ്യുന്ന എത്ര പേര് ഇതിനകത്തുണ്ടാ? ഹല്ലേലൂയ. പറഞ്ഞു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവിൻ്റെ വിശപ്പടക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? യേശു പറയാ, ഞാൻ വിശന്നിരുന്നു. ഇന്നും കർത്താവിന് വിശപ്പുണ്ട്. കാൽവരി ക്രൂശിൽ കിടന്നൊരുവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് എന്ത് ദാഹമുള്ളേ? ദൈവത്തിന് പച്ചവെള്ളത്തിന്റെ ദാഹമാണോ? എന്തിന്റെ ദാഹമാ? ആമേൻ. ഭൗതികമായ വെള്ളം കുടിക്കാൻ ഉള്ള ദാഹമായിരുന്നുവെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നല്ല നീരുറവ് അവൻ്റെ വായോളം പൊങ്ങി വരുമായിരുന്നു. സർവത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന് അതല്ല. കർത്താവ് പറയുക, എനിക്ക് വിശക്കുകയാ, എനിക്ക് വിശക്കുകയാ. എൻ്റെ വിശപ്പടക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ വിശപ്പടക്കാൻ, കർത്താവിന് ആമേൻ മേശ ഒരുക്കാൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നു, ആമേൻ, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ, ഓ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഒരു വിരുന്ന് കഴിക്കും. ഇന്ന് പകലെ സ്വർഗത്തിലെ ദൈവം പറയാ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് അനേക വിരുന്നുകൾ നമ്മൾക്ക് പലരും തരാറുണ്ട്. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം പറയാം, ഞാനൊരു വിരുന്നൊരുക്കാൻ പോവാം. ആ വിരുന്നിൽ, ആമേൻ, സ്തോത്രം, നിങ്ങളെ ഇരുത്തും. ഹല്ലേലൂയ. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയാ, എൻ്റെ വിശപ്പ് നീ അടക്കിയാൽ നിന്റെ വിശപ്പ് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. സത്യത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ചായ ഒരാൾ മേടിച്ചു തന്നാൽ, സ്തോത്രം, നമ്മൾ പകരം കാത്തിരിക്കും. ഇന്ന് അമ്മ, സ്തോത്രം, കഴിഞ്ഞ ദിവസം അവർ നമുക്ക് ചായ മേടിച്ചു തന്നെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്യും? ഇരിപ്പ് കണ്ടിട്ട് ഒന്നും കൊടുക്കാത്തവരെ പോലെ ഇരിക്കും. ആ സ്തോത്രം. ഓ ഇല്ലേ? കർത്താവ് പറയാ, എൻ്റെ വിശപ്പ് നീ അടക്കിയാൽ നിന്റെ വിശപ്പ്, ഒരു വിരുന്ന്. ഇന്ന് പകരത്തിന് പകരം ഒരു വിരുന്ന് ദൈവം ഒരുക്കാൻ പോവാ. നമ്മൾ ദൈവത്തിൻ്റെ വിശപ്പടക്കണം. എന്നാൽ ദൈവം, അമേ, സ്തോത്രം, ഇന്ന് പകൽ നമുക്കറിയാം, നമ്മുടെ വിശപ്പ് നമുക്കറിയാം. അമേ, സ്തോത്രം, ഈ പകലിൽ ഇതിനകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചാൽ തീരാത്ത ചില വിശപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചില ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. അമേ, സ്തോത്രം. ദൈവം പറയും, എൻ്റെ ആവശ്യം നീ നിറവേറ്റിയാൽ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റും. അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, എൻ്റെ നുകം ലഘുവാ. ആമേൻ. ഞാൻ നിങ്ങളുടെ മേൽ ചുമക്കാൻ തരുന്ന, ആമേൻ, നുകം ലഘുവാണ്.
ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ചുമക്കാൻ പറ്റാത്തതൊന്നും എൻ്റെ ദൈവം നമ്മുടെ ചുമലിൽ വയ്ക്കത്തില്ല. പക്ഷേ നമ്മുടെ ചുമട് ആമേൻ നമുക്ക് ചുമന്നൊഴിക്കാൻ കഴിയത്തില്ല. ദൈവകുഞ്ഞ്, നിന്റെ പ്രശ്നം നീ ചുമക്കാൻ തുടങ്ങിയാൽ നിന്റെ കഴുത്തൊടിയത്തേ ഉള്ളൂ. ആമേൻ. നിനക്ക് നിവരുവാൻ കഴിയത്തില്ല. നിന്റെ മേൽ ഇരിക്കുന്ന നുകം ആമേൻ ഇനിയും നിന്നെ തലകുനിപ്പിക്കുമ്പോൾ ദൈവം പറയുക, അത് ഇങ്ങോട്ട് താ, ഞാനത് വഹിക്കാം. നിനക്ക് കഴിയാത്ത വിഷയം ഇങ്ങോട്ട് താ, ഞാനതിനെ വഹിക്കാം. പക്ഷെ എൻ്റെ നുകം ഞാൻ നിനക്ക് തരും. പക്ഷെ അത് ചെറുതായിരിക്കും. നിനക്ക് ചുമക്കാൻ പറ്റിയത്, നിനക്ക് കൊണ്ടു നടക്കാൻ പറ്റിയത് ചെറിയ നുകം നിനക്ക് തരാം. നിന്റെ വലിയ പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം എൻ്റെ മേലിട്ടുകൊള്ളുക. ആമേൻ. ഞാനത് നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാല വചനം പറയുന്നു, ആമേൻ, ദൈവത്തിനൊരു വിരുന്നൊരുക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എന്താ ദൈവത്തിൻ്റെ വിശപ്പ്? ശിഷ്യന്മാർ ചോദിക്കുന്നു, കർത്താവേ, നീ എപ്പോഴാ വിശന്നിരുന്നത്? ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കർത്താവ് പറയുക, നിങ്ങൾ ഈ എളിയവരിൽ ചെയ്തത് എനിക്ക് ചെയ്തതിന് തുല്യം. എന്താ എളിയവർക്ക് നിങ്ങൾ ചെയ്തത്? ഹല്ലേലൂയ. അവർ പട്ടണങ്ങൾ തോറും പോയി, ഗ്രാമങ്ങൾ തോറും പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവർ ചിലത് ആമേൻ സ്തോത്രം ആമേൻ സാധാരണ മനുഷ്യർക്ക് ചെയ്തു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ അപ്പോസ്തലന്മാരെല്ലാം ആമേൻ യേശുവിനോട് കൂടെ നടന്നു. ആമേൻ. കർത്താവ് മലമുകളിൽ ഇരുന്ന് ആമേൻ ഇരുന്ന ജനത്തോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. അതിനുശേഷം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു. 5000 പേർക്ക് കൊടുത്തു. ഹല്ലേലൂയ. 2 മീൻ 5000 പേർക്ക് കൊടുത്തു. ഹല്ലേലൂയ. 5000 പേരല്ല, ആമേൻ, 10000 കണക്കിന് ജനത്തിന് ആമേൻ കർത്താവ് അത് കൊടുത്തു. ആമേൻ. മാളിക മുറിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ പുറത്തിറങ്ങി. ആമേൻ. ദൈവവചനം ആമേൻ പറയുന്നു, അപ്പോസ്തലന്മാർ ഒരിടത്തും 5 അപ്പം ആമേൻ 5000 പേർക്ക് കൊടുത്തതായിട്ട് എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആമേൻ. എൻ്റെ കർത്താവ് ചെയ്തതുപോലെ അപ്പോസ്തലന്മാർ ആമേൻ അപ്പം വാഴ്ത്തി നുറുക്കി 5000 പേർക്ക് കൊടുക്കാത്തെന്താ? മീൻ വാഴ്ത്തി കൊടുക്കാത്തെന്താ? ഹല്ലേലൂയ. ആമേൻ. ഇവർ ആമേൻ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഒരു അപ്പം ഇവരെ കയ്യിൽ കൊടുത്തു. ആമേൻ. സ്തോത്രം. അത് ഹല്ലേലൂയ ഇവിടത്തെ ബേക്കറിക്കകത്ത് വെച്ചുണ്ടാക്കിയ അപ്പമല്ല, കനലിൽ ചുട്ട അപ്പമല്ല. ആമേൻ. ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തത് ജീവന്റെ അപ്പം കൊടുത്തു. ആമേൻ. ജീവന്റെ അപ്പം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഗ്രാമങ്ങളിൽ പോയി ഈ ജീവന്റെ അപ്പം നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ഈ ജീവന്റെ അപ്പം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ സ്വർഗം പറഞ്ഞു, നീ കൊടുത്ത ജീവന്റെ അപ്പം ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന ജീവന്റെ അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ കർത്താവ് പറയുക, അത് എൻ്റെ വിശപ്പടങ്ങിയത്. കൊടുക്കാൻ പറ്റുമോ? ഈ അപ്പം നുറുക്കി കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്തപ്പോ കൊടുക്കണ്ടേ? ഹല്ലേലൂയ. ജീവന്റെ അപ്പം. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആമേൻ അകത്ത് വന്ന് നമ്മുടെ പ്രാണനെ രക്ഷിച്ചു. ഇനി മറ്റുള്ള പ്രാണനെ രക്ഷിക്കാൻ ആമേൻ സ്തോത്രം ദൈവം നമുക്കൊരു ഡ്യൂട്ടി തരികയാ. നിങ്ങൾ ജീവന്റെ അപ്പം എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി പൊതിച്ചോറല്ല കൊടുക്കേണ്ടത്. എന്ത് കൊടുക്കണം? ജീവന്റെ സ്തോത്രം, ജീവന്റെ അപ്പം കൊടുക്കണം എന്ന് പറഞ്ഞ് ജീവന്റെ അപ്പം യേശുവാ. ഒരുവനോട് നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളെ കൂട്ടുകാരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സഹപാഠികളോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുക, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ ജീവന്റെ അപ്പത്തെ കൊടുക്കുന്നേ. സ്തോത്ര സ്തോത്ര സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയാ, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. എൻ്റെ ദാഹം തീർത്തു. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും സ്തോത്രം ഹല്ലേലൂയ കർത്താവ് തരുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ദാഹിക്കുകയില്ല. ആമേൻ. നിങ്ങൾക്ക് ആമേൻ നിങ്ങൾ കർത്താവ് തന്ന വെള്ളം കുടിച്ചിട്ടുണ്ടോ? ജീവന്റെ ഉറവ നിങ്ങളുടെ അകത്തുണ്ടോ? ഉണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ദാഹിക്കത്തില്ല.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്ത് കിടന്ന് നിത്യമായ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഒരു ദിവസം, ഹല്ലേലൂയ, അവൻ്റെ നാവ് വരണ്ട്, ആമേൻ സ്തോത്രം, നരകത്തിൻ്റെ അകത്ത് ജീവന്റെ വെള്ളമില്ലാത്തവരെല്ലാം ഈ ഉറവയിൽ നിന്ന് കുടിക്കാത്ത സകല മനുഷ്യരും നിത്യനാശത്തിലേക്ക് പോകും, നിത്യ നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ഈ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഈ വെള്ളം എപ്പോഴേ കിട്ടത്തുള്ളൂ? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആമേൻ യേശു പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, അവർ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. നമ്മളാരും വില കൊടുത്ത് വാങ്ങിയവരല്ല, നമ്മളെല്ലാം സൗജന്യമായി കുടിച്ചവരാ. ആമേൻ. ഈ വെള്ളം കുടിച്ചവരാരും നിത്യ നരകത്തിൽ പോകത്തില്ല. ജീവിച്ചിരുന്നപ്പോൾ ഈ വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യൻ നിത്യ നരകത്തിൽ ചെന്ന് കിടന്ന് അവൻ്റെ നാവ് വരളുകയാണ്. ആമേൻ സ്തോത്രം. കാരണം എന്താ? അവന് വെള്ളമില്ല. അവൻ ഒരു ദിവസം മേലോട്ട് നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ആരിയ്ക്കുക? അബ്രഹാമിൻ്റെ മടിയിൽ വെള്ളം കുടിച്ച ഒരുവൻ ഇരിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ എന്തുണ്ട്? വെള്ളം ഉണ്ട്. ഇവൻ ഈ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിന്റെ കയ്യിൽ എന്തിരിക്കുന്നു? വെള്ളമുണ്ട്. ഹല്ലേലൂയ. അവൻ ഇവിടെ കിടന്ന് വിളിച്ചു പറയാ, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ അറ്റം മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവന് ഒരു കാര്യം മനസ്സിലായി. ആമേൻ. ലാസറിന്റെ കയ്യിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമല്ലേ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ജീവന്റെ ഉറവയുണ്ട്. ജീവന്റെ വെള്ളം നിന്റെ കയ്യിലുണ്ട്. ദാഹിക്കുന്നവന് കൊടുക്കാൻ നിന്റെ അകത്തൊരു ജീവന്റെ ഉറവയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ആമേൻ, നിങ്ങൾക്കുമല്ല മറ്റുള്ളവർ കൂടെ കൊടുക്കത്തക്ക നിലകളിൽ ഒരു ഉറവയെ ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കി വെച്ചത്. വചനം പറയുന്നു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒരു നദി ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? നിങ്ങൾക്ക് മാത്രം കുടിക്കാനല്ല, മറ്റുള്ളവർ കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു ഉറവയെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാ. ഇത് മരിച്ചതിന് ശേഷം കുടിക്കാൻ പറ്റുകയില്ല. മരിച്ചതിന് ശേഷം ഇത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിലെല്ലാം ദൈവം വെള്ളം തന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നത് എന്തിനാണെന്നറിയാമോ? ഒന്ന്, നീ കുടിച്ചോണം, മറ്റുള്ളവർക്കും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും കൊടുക്കണം. പാസ്റ്ററേ, ഞങ്ങൾ കുടിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യം വേണമെങ്കിൽ കുപ്പിവെള്ളം മേടിച്ച് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും. പക്ഷേ ഈ മനുഷ്യൻ ചോദിക്കുക, കർത്താവേ, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന്. അപ്പോഴേക്കും ലാസർ ചാടി എഴുന്നേറ്റ്, ശരി, അവൻ കൊടുക്കാൻ ഭൂമിയിലായിരുന്നപ്പോൾ കൊടുക്കാൻ, ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ് എത്രയോ പ്രാവശ്യം വിളിച്ച് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പോകാം, ഇവിടെ സുവിശേഷം പറയാൻ പോകാം. ഭൂമിയിലായിരുന്നപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സമയമില്ല. പക്ഷെ ഇവിടെ കിടന്നുകൊണ്ട് ഇവൻ ചോദിച്ചപ്പോൾ ലാസർ അങ്ങ് ചാടി എഴുന്നേറ്റു. ലാസർ പറഞ്ഞു, ഞാൻ കൊടുക്കാം. അബ്രഹാം പിതാവ് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കാം, അവിടെ അങ്ങോട്ട് നോക്ക്. വലിയൊരു പിളർപ്പ്. ഒരുവൻ അങ്ങോട്ടും ഒരുവൻ ഇങ്ങോട്ടും. അപ്പോൾ പറഞ്ഞു, നടക്കുകയില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, നടക്കത്തില്ല. അപ്പോൾ ആ ധനവാനായ മനുഷ്യൻ പറഞ്ഞു, ഈ ലാസറിനെ എൻ്റെ വീട്ടിലോട്ടൊന്ന് അയക്കാമോ? അവിടെ 5 പേര്, മാസത്തിൽ മാത്രം മീറ്റിങ്ങിന് പോകുന്ന ഒരു 5 പേര്, മാസത്തിൽ ഒരു മീറ്റിങ്ങിന് മാത്രം പോകുന്ന അവരോടൊന്ന് പറയാമോ? കിട്ടണ മീറ്റിംഗ് ഒന്നും കളയരുത്. ഇങ്ങോട്ട് വന്ന സഹിക്കാൻ പറ്റുകയല്ലേ ഇവിടുത്തെ ചൂട്. ബാംഗ്ലൂരത്തെ ആമേൻ സ്തോത്രം, ഈ ചൂട് പോലും താങ്ങാൻ പറ്റാത്തവരാണ് അവർ. പക്ഷെ ഈ അഗ്നിയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ രക്ഷയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പറയാം, കർത്താവ്, ആമേൻ, അബ്രഹാം പിതാവ്, അത് നടക്കുകയില്ല. ഭൂമിയിൽ ചില ലാസർമാരെ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചിലരെ ദൈവം പറയുക തിരഞ്ഞെടുത്ത് വച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആ തിരഞ്ഞെടുപ്പിനകത്തുള്ളവരാ നിങ്ങൾ.
ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. എന്തിനാ? ഈ ജീവന്റെ വെള്ളം കൊടുക്കാൻ, ഈ ജീവന്റെ അപ്പം ഒന്ന് കൊടുക്കാൻ. അല്ലല്ലേ, ഇത് കൊടുത്താൽ സ്തോത്രം, അനേക ധനവാന്മാർ എവിടെ പോകത്തില്ല. ഒരുവനോട് സുവിശേഷം പറഞ്ഞാൽ, ഒരുവൻ ഈ ജീവന്റെ അപ്പം ഒന്ന് നുറുക്കി കൊടുത്താൽ, അവൻ ഭക്ഷിച്ചിട്ട് ഹല്ലേലൂയ അവൻ രക്ഷ പ്രാപിച്ചാൽ, ആമേ സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റ് എന്നിട്ട് പറയും, ആമേ സ്തോത്രം, ഹല്ലേലൂയ ആമേ സ്തോത്രം. ഇന്ന് ആമേ കർത്താവിന് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, നമ്മളൊരു ബിരിയാണി കഴിച്ചതുപോലെ കർത്താവിൻ്റെ ഒരു സന്തോഷം. ആമേൻ, ഒരുവൻ രക്ഷിക്കപ്പെട്ടല്ലോ. ആമേൻ, ദൈവത്തിന് ഒരൊറ്റ വിശപ്പേയുള്ളൂ, നിങ്ങളെല്ലാവരും നിത്യതയിൽ ചെല്ലണമെന്ന്. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ, ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ദൈവരാജ്യത്തിൽ എത്തണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ആമേൻ വിശപ്പാണ്, ദൈവത്തിന്റെ ദാഹമാണ്. ആമേൻ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദാഹിച്ചു, കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ. നിങ്ങൾ അതിഥിയായിരുന്നു. അതിഥിക്കൊരു പ്രത്യേകതയുണ്ട്. അതിഥിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ അതിഥിയുടെ പ്രത്യേകത? ആമേൻ, ഞാൻ ബിജിച്ചാൻ്റെ വീട്ടിൽ ആമേൻ പോവുകയാണ്. ഞാനൊരു 2 ദിവസം അവിടെ നിൽക്കുക. 2 ദിവസം നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ബിജിച്ചാന് ഭയങ്കര സന്തോഷം. സന്തോഷം ഇല്ലാത്ത പോലെ സ്തോത്രം, മാറ്റി പിടിക്കണോ? സ്തോത്രം. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു. ആമേൻ, നല്ല കിടക്കയെല്ലാം എനിക്ക് തന്നു. 2 ദിവസമായി, 3 ദിവസമായി, 4-ാം ദിവസമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ആമേൻ, അതുവരെയുള്ള സന്തോഷമൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വന്നു. ആമേൻ സ്തോത്രം. കുറഞ്ഞു വന്നിട്ട് ആമേൻ സ്തോത്രം, പിന്നെ കണ്ണ് കാണിക്കാൻ തുടങ്ങി ആൻറ്റിയോട്. അപ്പം അച്ഛൻ പറഞ്ഞു, വൈകുന്നേരം പോകുമായിരിക്കും. വൈകുന്നേരമായി. അവൻ അച്ഛൻ വന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അച്ഛൻ എന്നെ ഉണ്ടായിരുന്നു, എന്ത് ആ ജോലിയൊക്കെ നന്നായിരുന്നു. ഓക്കെ അച്ഛാ, ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പുറത്തോട്ടൊന്ന് പോവാം. പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് കിടന്നു. രാവിലെയായി. പിന്നെയും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മുഖം ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. മുഖം മാറ്റി പിടിച്ചിട്ടും പോയില്ലെങ്കിൽ പറയും, പാസ്റ്ററെ പെട്ടെന്ന് നാട്ടിലോട്ട് ഒരു അത്യാവശ്യമായിട്ട് പോകണം, ഞങ്ങളൊരു 3-4 ദിവസം ഇവിടെ ഇല്ല. അതിഥിക്കൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് ദിവസം എന്ത് ചെയ്യാൻ പറ്റൂ. അതേസമയം ആമേൻ ബ്യൂല UK വന്നു. ആമേൻ, എത്ര സന്തോഷം അല്ലേ. വന്നു, അവൾക്ക് ഭക്ഷണം കൊടുത്ത് 1 ദിവസമായി, 2 ദിവസമായി, 3. ഇവള് പോകുന്നില്ലേ? ആരെങ്കിലും പറയൂ? അതെന്നാ പറയാത്തെ? എന്താ മുഖം മാറാത്തെ? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ കണ്ണ് കാണിക്കാത്തെ? അവളുടെ വീട്ടിലാണ് വന്ന, അവൾ എവിടെ പോകാനാ? സ്തോത്രം. അഗതിക്കൊരു പ്രത്യേകതയുണ്ട്, വിരുന്നുകാരനൊരു പ്രത്യേകതയുണ്ട്. അവൻ ചില ദിവസം മാത്രമേ പാർക്കാൻ പറ്റൂ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറഞ്ഞ, നിങ്ങൾ അന്യരും പരദേശികളും ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ആമേൻ സ്തോത്രം സഹപൗരന്മാരും ആമേൻ സ്വർഗത്തിലെ ഭവനക്കാരും അത്രേ. കണ്ടോ, ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അന്യരും പരദേശികളുമായിരുന്നു, ദൈവരാജ്യത്തിന് സംബന്ധമില്ലാത്തവരായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ജീവന്റെ അപ്പം ഭക്ഷിച്ചു, ഈ ജീവന്റെ ഉറവയിൽ നിന്ന് കുടിച്ചത് കൊണ്ട് നമ്മൾ, കർത്താവ് പറയുക, ഇനി നിങ്ങൾ അഗതികളല്ല, ഇനി നിങ്ങൾ വിരുന്നുകാരല്ല, ഇനി നിങ്ങൾ സ്വന്തം ഭവനക്കാരാ, ഇനി ദൈവരാജ്യം വിട്ടുപോകേണ്ടവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ, നിങ്ങളുടെ പൗരത്വം, ആമേൻ, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഈ അപ്പം തിന്നാൽ വെള്ളം കുടിച്ചാൽ നമുക്ക് സ്വർഗത്തിലെ പൗരത്വം കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. ഹല്ലേലൂയ. ആമേൻ. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഒരുവൻ കർത്താവിങ്കിലേക്ക് വരുമ്പോൾ
അവൻ ലോകപ്രകാരം അവൻ അഗതിയായിരുന്നവൻ ദൈവത്തിൻ്റെ ഭവനക്കാരായി മാറും. ആമേൻ, സ്തോത്രം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അടുത്ത് പറയാ, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. അടുത്ത് പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ചോദിച്ചു, കർത്താവ് നീ എപ്പോഴാ നഗ്നനായി ഇരുന്നത്? കർത്താവ് നീ എപ്പോഴാ നഗ്നനായിരുന്നത്? കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവിൻ്റെ കല്യാണം നടക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട ഒരു കൂട്ടം പേരോട് സ്തോത്രം പറഞ്ഞു, തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, രാജാവിൻ്റെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരെ പോയി വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന്, രാജാവിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും പോയി വിളിച്ചു. എല്ലാവരും പോയി വിളിച്ചു. സ്തോത്രം. ആരും എന്ത് ചെയ്തില്ല? ആരും വന്നില്ല. ഹല്ലേലൂയ. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾക്കിന്ന് സ്തോത്രം അത്യാവശ്യ ജോലിയുണ്ട്, വരാൻ പറ്റുകയില്ല. പലരും പല ഒഴിവ് കഴിവുകൾ പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര വിഷമമായി. അവർ പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് വഴിത്തലക്കൽ ഇരിക്കുന്നവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. കണ്ടവരെല്ലാം ആ കല്യാണ സദ്യക്ക് വിളിച്ചു. അപ്പോൾ ഈ കല്യാണ സദ്യക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചിരിക്കണം. കല്യാണ വസ്ത്രമില്ലാതെ ഈ വിരുന്നുശാലയിൽ എന്ത് ചെയ്യാൻ പാടില്ല? കയറാൻ പാടില്ല. എല്ലാവരും കയറി. കല്യാണത്തിന് സദ്യക്കിരിക്കുമ്പോൾ രാജാവ് ഇങ്ങനെ വരികയാണ്. ഓരോരുത്തരെയായിട്ട് കണ്ടു. സ്തോത്രം. ഓരോരുത്തരോടും സംസാരിക്കാൻ തുടങ്ങി. ചോദിച്ചു, ഹല്ലേലൂയ, തുളസിയാൻ്റെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സ്തോത്രം രാജാവ് തിരക്കുകയാണ്. ഓരോരുത്തരുടെ അടുക്കലും വന്ന് പേര് വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ, ഹല്ലേലൂയ, കല്യാണ വസ്ത്രമില്ലാതെ, നീതിയുടെ വസ്ത്രമില്ലാതെ ഒരുവൻ ഇരിക്കുക. അവനോട് പറഞ്ഞു, സ്തോത്രം. അവൻ ഒരു വിളി വിളിച്ചു ദൈവം. എന്താന്ന് വിളിച്ചേ? സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്തു വന്നു? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നീതിയുടെ വസ്ത്രം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, കറാവാട്ടം, ചുളുക്കം, മാലിന്യം ഒന്നും പെടാതെ വണ്ണം ആ നീതിയുടെ വസ്ത്രത്തെ എന്ത് ചെയ്തോളണം? കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കിക്കൊള്ളണം. സ്തോത്രം. എന്തിനാ ഈ മീറ്റിങ്ങുകൾക്കെല്ലാം നിങ്ങളെ വിളിക്കണം? ആരാധനയ്ക്ക് വരണം, പ്രാർത്ഥനയ്ക്ക് വരണം. ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ദൈവമക്കളെ, സ്തോത്രം, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഓരോ ദിവസവും ഈ വസ്ത്രം കഴുകിക്കൊള്ളണം. ഹല്ലേലൂയ. ശുദ്ധമായി സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? നമ്മൾ ഹല്ലേലൂയ ഈ ഭൂമിയിലെ വാസം വിട്ട് ഹല്ലേലൂയ നിത്യതയിലേക്ക് പോകുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലെങ്കിൽ സ്തോത്രം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഈവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരുത്തനും കല്യാണശാലയിൽ കയറാൻ പറ്റുകയില്ല. പക്ഷെ എവിടെയോ വസ്ത്രം എന്ത് ചെയ്തു? വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എവിടെയോ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അവനോട് ചോദിച്ചു, സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് വന്നു? അവൻ പറഞ്ഞു, അവനൊന്നും മിണ്ടിയില്ല. അവനെ വിളിച്ചത് സ്നേഹിത എന്നാ വിളിച്ചേ. സ്തോത്രം. ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇവനെ കയ്യും കാലും കെട്ടി കൂട്ടിക്കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കളയാൻ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ഒരുവനെ വിശുദ്ധീകരിക്കുമ്പോൾ, ഒരുവന്റെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ അവനെ തള്ളിക്കളയുകയല്ല, അവനെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയല്ല. സ്തോത്ര. വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ വല്ല തെറ്റിനാലും പിന്മാറിപ്പോയാൽ സൗമ്യതയുടെ ആത്മാവിനാൽ അവൻ എന്ത് ചെയ്യണം? അവനെ യഥാസ്ഥാനപ്പെടുത്തണം. ഹല്ലേലൂയ. ഒരുവൻ തെറ്റിപ്പോയെന്നിരിക്കട്ടെ, ഒരുവൻ പിന്മാറിപ്പോയെന്നിരിക്കട്ടെ, അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ്റെ കല്യാണ വസ്ത്രം നഷ്ടപ്പെടും. പക്ഷെ അവനെ സൗമ്യതയുടെ ആത്മാവിനാൽ അവനെ ചേർത്ത് പിടിച്ചാൽ ഹല്ലേലൂയ അവൻ നിത്യതയിൽ കാണപ്പെടും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചിലരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ?
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വയ്ക്കുക. ചിലരെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? തള്ളിക്കളയാൻ എളുപ്പമാണ്. തള്ളിക്കളഞ്ഞാൽ അവൻ്റെ കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ട് അവൻ്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ പോകുമ്പോൾ ആമേൻ നഷ്ടം ദൈവരാജ്യത്തിന്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്, ആമേൻ ആത്മാവിൻ്റെ അഭിഷേകത്തെ നിന്റെ മേൽ തന്നത് ചിലതിൻ്റെ ആമേൻ ചിലരെ ചേർത്ത് പിടിക്കാൻ, ചിലർ പിന്മാറി പോകുന്നവരെ ആമേൻ കർത്താവിനോടൊന്ന് ചേർത്ത് പിടിക്കാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവിക അഭിഷേകം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ ദൈവം തന്നത് ചിലരെ ചേർത്ത് പിടിക്കാൻ. നമ്മൾ ചിലരെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ചാൽ അവന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകത്തില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. ചിലരുടെ വസ്ത്രം നഷ്ടപ്പെടുന്നത് തന്നെ ചിലരെ തള്ളിക്കളയുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം തള്ളിക്കളയാനല്ല, ചിലരെ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എത്ര പേരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാം ആമേൻ സ്തോത്രം, ഈ ഉപദേശ വചനം ആമേൻ നമുക്ക് അത്ര അങ്ങോട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം എല്ലായിടത്തും പിടിക്കത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് കൊടുക്കുന്ന ദൈവ പൈതലെ, നീ മുഖാന്തരം അനേകം പേർ നീതിയുടെ വസ്ത്രം ധരിച്ച് കുഞ്ഞാടിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ അന്ന് നിന്റെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ താണു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പന്റെ മുഖത്ത് നോക്കി ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീ ധരിപ്പിച്ച നീതിയുടെ വസ്ത്രം അനേകരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം നീ ചേർത്ത് പിടിച്ചത് കൊണ്ട് കുഞ്ഞാടിന്റെ കയ്യിൽ ആമേൻ നിനക്ക് വേണ്ടി ചില പ്രതിഫലങ്ങൾ അവന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നഗ്നനായിരുന്നു, ആമേൻ ഹല്ലേലൂയ, നീ എന്നെ ആമേൻ ഉടുപ്പിച്ചു. അടുത്ത് പറഞ്ഞു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ ആമേൻ വന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ചിലരെയൊക്കെ ആമേൻ പിശാച് തടവിലാക്കിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയും ആമേൻ സ്തോത്രം, അവരിപ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, പക്ഷേ ആമേൻ തടവിൽ കിടക്കുക. സ്തോത്രം. ചിലരെയൊക്കെ തടവിലാക്കിയിരിക്കുക. അവൻ ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ഓർത്തോണം, എവിടെയോ തടവിലായിരിക്കുകയാണ്. ആമേൻ. ആരാധിക്കാൻ കഴിയുന്നില്ല, എവിടെയോ തടവിലായിരിക്കുക. ആമേൻ. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവപൈതല്, നീ ശക്തമായി ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നവരെ നോക്കാതെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ തടവിൽ കിടക്കുന്ന ചിലർ പുറത്തിറങ്ങും. ആമേൻ. ചിലർ പുറത്തിറങ്ങണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നിങ്ങൾ വിചാരിച്ചാലേ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകല് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ചില തടവിൽ കിടക്കുന്നവരെ പുറത്തെടുക്കുവാൻ ആമേൻ നിങ്ങളുടെ കയ്യെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഗദരദേശത്ത് ആമേൻ വരുമ്പോൾ വർഷങ്ങളായി ആമേൻ സ്തോത്രം ഒരുവൻ ഹല്ലേലൂയ കല്ലറയിൽ കിടക്കുകയാണ്. അവനൊരു കുടുംബമുണ്ട്. പക്ഷേ സ്വയം ശരീരത്തെ മുറിവേൽപ്പിച്ച്, സ്വയം ശരീരത്തെ മുറിച്ച് ആമേൻ സ്തോത്രം ആമേൻ കല്ലറകളിൽ കിടന്ന് അലറി വിളിച്ച് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആരും അവനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവൻ്റെ അടുക്കൽ ആരും വരാൻ കൂട്ടാക്കിയില്ല. അവൻ്റെ ബന്ധനത്തെ അഴിക്കാൻ ആർക്കും മനസ്സ് വന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നാട്ടിലുള്ളവരൊക്കെ അവൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്നറിയാമോ? ആമേൻ വീണ്ടും ചങ്ങല കൊണ്ട് അവൻ്റെ കയ്യിൽ ആമേൻ കാലുകളിൽ കെട്ടും, അവൻ്റെ കൈകളിൽ വിലങ്ങിടും. പക്ഷെ പിശാച് അവൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ അതിനെ ഊരുമി അതിനെ പൊട്ടിച്ച് കളയും, ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ച് കളയും. നാളുകൾ കൊണ്ട് കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ്. പക്ഷെ ആർക്കും അവനോട് കനിവ് തോന്നിയില്ല, ആർക്കും അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ അവൻ മനസ്സ് തോന്നിയില്ല. പക്ഷെ ഒരു ദിവസം കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണുകയാണ്, ഒരുവൻ വർഷങ്ങളായി അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കർത്താവ് കണ്ടു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വാ നമുക്ക് പോകാം, അവൻ ഗദരദേശത്ത് പോകാം. അവൻ ഗദരദേശത്ത് ചെന്ന് എൻ്റെ കർത്താവ് കാല് വെക്കുമ്പോൾ ഇതാ ആ മനുഷ്യൻ അവൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ഇന്ന് പകലിൽ എവിടെയെല്ലാം ബന്ധിക്കപ്പെട്ട് ആമേൻ ജനം കിടക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ പകരക്കാരായി പരിശുദ്ധാത്മാവിൽ ചില നുഖങ്ങളെ അഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആമേൻ. ചിലരെ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവം തടവറയ്ക്കകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്ന പകല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് ചില തടവറകളെ പൊളിക്കാൻ കഴിയും. ചില ആമേൻ ബന്ധനത്തിൽ കിടക്കുന്നവരെ ആമേൻ അഴിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ.
കർത്താവ് പറയാ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഹല്ലേലൂയ. പലരും രോഗികളാണ്. സ്തോത്രം. ആത്മീക രോഗം പിടിച്ചാൽ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകും. ഒരുവൻ പിന്മാറിപ്പോയെന്ന് കണ്ടാൽ പുറകെ പോണം. സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളവൻ ആമേൻ മാറി നിന്ന് കുറ്റം പറയത്തില്ല. ആമേൻ പരിശുദ്ധാത്മാവില്ലാത്തവർ പറയും, ആമേൻ നേരത്തെ എന്തോ ആയിരുന്നു, ഭയങ്കര ഉപവാസമല്ലായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ഭയങ്കര അന്യഭാഷയായിരുന്നു, ഇപ്പോൾ എവിടെ പോയി? ഇവിടെ ഒരുവൻ ആമേൻ പിന്മാറിപ്പോയാൽ, ഒരുവൻ ദൈവകൃപ വിട്ടുപോയാൽ അവനെ കുറ്റം പറയാനല്ല. ആമേൻ സ്തോത്രം. ആമേൻ നീ എന്ത് ചെയ്യണം? നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ കുറ്റം പറയുന്ന ആത്മാവല്ല. ആമേൻ ഹല്ലേലൂയ. അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് വേണ്ടി ഉപവസിക്കണം, അവൻ്റെ വീട്ടിൽ പോകണം, അവനെ സ്നേഹത്തോടെ വിളിച്ച് ആമേൻ ദൈവകൃപയിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ ദൈവം പകർന്നു വെച്ചിരിക്കുന്നത്. പറ്റുമോ? ചിലരെ പുറത്തെടുക്കാൻ പറ്റുമോ? ചിലരെ നേടാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇരിക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വെറുതെയല്ല. ആമേൻ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയണം, ചില നുഖങ്ങൾ ഇതിനകത്ത് തകരണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വിശന്നിരിക്കുന്നവൻ ആഹാരം, ദാഹിച്ചിരിക്കുന്നവന് വെള്ളം, നഗ്നന് ആമേൻ ഉടുപ്പിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അഗതിയായി ഇരിക്കുന്നവനെ സ്വന്തം ഭവനക്കാരായി തീർക്കുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ എൻ്റെ കർത്താവ് നിങ്ങളുടെ മേൽ തന്നത്. ഒന്ന് സ്വന്തം പ്രാണനെ നേടണം, ഇനി മറ്റുള്ളവരുടെ പ്രാണനെ കൂടെ നേടുവാൻ തക്കവണ്ണം ഒരു ദൈവകൃപ ആമേൻ അത്യന്ത ശക്തിയെ നിങ്ങളുടെ മേൽ തന്നിട്ട് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നീ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ദൈവത്തിന്റെ വിശപ്പടക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിനൊന്ന് പറയാനുണ്ട്. നിന്റെ ആവശ്യങ്ങളുടെ മേൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ കരത്തിലേക്ക് താ. ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും, ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര മറുപടിയില്ലാത്ത വിഷയമാണെങ്കിലും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മറുപടി വെളിപ്പെട്ടു വരും. ആമേൻ. അസാധ്യമെന്ന് ആമേൻ ഇന്നലകളിൽ ആമേൻ ജീവിതത്തിൽ പലവട്ടം പറഞ്ഞത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അത് സാധ്യമായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഒരു ആമേൻ സ്തോത്രം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടാൻ പോവുക. ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ? കർത്താവേ, നിന്റെ വിശപ്പടക്കാൻ, കർത്താവേ നിന്റെ ദാഹമടക്കാൻ ഇന്ന് പകൽക്കാലം എന്നെ നിന്റെ കരത്തിലേക്ക് തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പരിശുദ്ധാത്മാവിലെ ശക്തിയാലും അഭിഷേകം ചെയ്തു, ദൈവം അവനോട് കൂടെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, മാളിക മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ നന്മ ചെയ്യും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അഭിഷേകം ചെയ്തത് നന്മ ചെയ്യാൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ സ്തോത്രം, നിങ്ങൾ നന്മ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ തിന്മയുടെ ശക്തികൾ ഇന്ന് പകൽക്കാലം അത് ഓടി മറയാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ വണ്ണം ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ വെല്ലുവിളിച്ച് നിന്ന് എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ ഉയർച്ചകളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾക്കത് പുറംകാട്ടത്തക്ക നിലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടിറങ്ങാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ ഉയർച്ചകളും എല്ലാ സങ്കല്പങ്ങളും എല്ലാ വിചാരങ്ങളും ക്രിസ്തുവിന്റെ അനുസരണത്തിൽ ഇന്ന് പകൽക്കാലം ചിലതിനെ പിടിച്ചടക്കാൻ പോകുക, ചിലത് ഇന്ന് പകൽക്കാലം വീഴാൻ പോവുകയാ. യേശു പറഞ്ഞു, ആമേൻ, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. ദൈവകൃപ ശിഷ്യന്മാരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ ആമേൻ ശിഷ്യന്മാർ
ആമേൻ മറ്റുള്ളവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾ സൗഖ്യമാകുമ്പോൾ, പൈശാചിക ബന്ധനങ്ങൾ അഴിയുമ്പോൾ, യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് ആമേൻ മറഞ്ഞു നിന്ന്, ഇന്നലകളിൽ മറഞ്ഞു നിന്ന് പോരാടിയ അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് വീഴുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ചലനം വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാ നുകങ്ങളും തകരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം. നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ്, നിന്റെ ആരാധനയെ തടഞ്ഞ്, നിന്റെ പ്രാഗൽഭ്യത്തെ തടഞ്ഞ്, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, നിനക്ക് ആത്മാവിൽ ചലിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ നിന്റെ ആമേൻ ആത്മിക അന്തരീക്ഷത്തെ പൂട്ടിവെച്ച എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നവർ ആത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രതികരിച്ച് തുടങ്ങിക്കോ. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഇന്നലകളിൽ നിന്റെ പ്രാണനെ വെല്ലുവിളിച്ച്, നിന്റെ കുടുംബത്തിൽ ചില പ്രാണനെ വെല്ലുവിളിച്ച് ഉയർന്നു പൊങ്ങിയ എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും, എല്ലാ ശത്രുവിന്റെ പോരുകളും ഇന്ന് പകൽക്കാലം അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവമകത്വം വെളിപ്പെടുമ്പോൾ ദേശത്ത് ചില ബന്ധനങ്ങൾ അഴിയും. ആമേൻ. ചില കുടുംബങ്ങൾക്കകത്ത് ചില ബന്ധനങ്ങൾ അഴിയും, ചില നുകങ്ങൾ അഴിയും. ആമേൻ. മരണത്തിന്റെ ശക്തിക്ക് ആമേൻ ദൈവകുഞ്ഞേ, നിന്റെ ദേശത്ത് നിൽക്കാതെ, നിന്റെ ആലയത്തിൽ നിൽക്കാതെ, നിന്റെ ഭവനത്തിൽ നിൽക്കാതെ ഇന്ന് പകൽക്കാലം അത് അഴിഞ്ഞു മാറത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു തുടങ്ങട്ടെ. ചില വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം, ചില വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാ, അഴിഞ്ഞു മാറുകയാ. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ പ്രാണന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ആമേൻ ശത്രു ഉയർത്തിയ ചില വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അതിനെ അഴിക്കുകയാ. ആമേൻ. സ്തോത്രം. നിന്റെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഉയർച്ചകളെയും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ചില കുടുംബത്തിനകത്ത്, ചില വ്യക്തി ജീവിതങ്ങളെ ഈ മരണത്തിന്റെ ശക്തി വെല്ലുവിളിച്ച് ഹല്ലേലൂയ പ്രാണനെ അപകരിക്കത്തക്ക നിലകളിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ വിടുതലുകൾ വെളിപ്പെട്ടിറങ്ങട്ടെ. ആമേൻ. ഓൺലൈനിലൂടെ കാണുന്ന ആമേൻ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിറങ്ങുന്നു. നിന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന, നിന്റെ കുടുംബത്തെ ആമേൻ സ്തോത്രം തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന മരണത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുകയാ, അത് അഴിഞ്ഞു മാറുകയാ, അത് അഴിഞ്ഞു മാറുകയാ. ഇന്ന് പകൽക്കാലം പ്രതികരിക്കുന്ന ദൈവകുഞ്ഞേ, നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. നിന്റെ ആരാധനക്കകത്ത് ആമേൻ സ്തോത്രം ചില ബന്ധനങ്ങൾ അഴിയും. ചില കുടുംബത്തിനകത്ത് നീ കയറി ചെല്ലുമ്പോൾ തന്നെ ആ കുടുംബത്തിനകത്തുള്ള നുകങ്ങൾ അഴിഞ്ഞു മാറും. നീ ചിലരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവന്റെ വിശപ്പടക്കുക നിന്റെ അകത്തു നിന്ന് ജീവന്റെ ആത്മാൻ പുറപ്പെടട്ടെ, 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 പുറപ്പെടട്ടെ. ഇന്ന് പകലിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക, ഇന്ന് പകലിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവത്തോട് പറ, കർത്താവേ നിന്റെ വിശപ്പടക്കാൻ ആമേൻ ഞാൻ റെഡിയാ. പക്ഷെ എന്റെ വിശപ്പ് ഇന്ന് പകൽക്കാലം എന്റെ ആവശ്യങ്ങളുടെ നിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്ന ദൈവ പൈതലേ ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ ആവശ്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. എത്ര അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണ് നന്മ കാണും, നിന്റെ കണ്ണ് ജീവനെ കാണും, നിന്റെ കണ്ണ് മരണത്തെ കാണത്തില്ല, നിന്റെ കണ്ണ് താഴ്ചയെ കാണത്തില്ല, നിന്റെ കണ്ണ് ആമേൻ സ്തോത്രം തകർച്ചയല്ല കാണുന്നത്. ഈ പട്ടണത്തിനകത്ത് നീ ഉയർച്ച കാണുമ്പോൾ നീ ജീവനെ കാണും. നിന്റെ നാവിന്മേൽ ജീവനുണ്ട്, നിന്റെ നാവിൽ ജീവനുണ്ട്. നിന്റെ നാവിൽ മരണമല്ല. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ ശക്തികൾ അഴിയട്ടെ, മരണത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ദേശത്ത് നിന്ന് മരണത്തിന്റെ ശക്തികൾ അഴിയട്ടെ, മരണത്തിന്റെ ശക്തി അഴിയട്ടെ, മരണത്തിന്റെ ശക്തി അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിനകത്ത് മരണത്തിന്റെ ശക്തി അഴിയട്ടെ. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ ശക്തി അഴിയത്തക്ക നിലകളിൽ ജീവൻ നിന്നിൽ വെളിപ്പെടുമ്പോൾ മരണം ഓടി മറയും. നിന്റെ നാവിൽ ജീവൻ
ജീവൻ വെളിപ്പെടുമ്പോൾ, നിന്റെ നാവിൽ ജീവൻ വെളിപ്പെടുമ്പോൾ, നിന്റെ നാവിൽ അന്യഭാഷ പറയുമ്പോൾ, നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ നാവ് ജീവനെ വിളിച്ചു പറയുമ്പോൾ, മരണത്തിന്റെ ശക്തികൾ, നിന്റെ ജോലി സ്ഥാപനത്ത് മരണത്തിന്റെ ശക്തികൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കുകയാ. ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കുകയാ. ചില വിടുതൽ ഇതിനകത്ത് നടക്കുകയാ. ചില ജീവന്റെ ശക്തി ഇന്ന് പകല് ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം വീഴുകയാ. ജീവൻ വെളിപ്പെടുന്നു, ജീവൻ വെളിപ്പെടുന്നു, മരണത്തിന്റെ ശക്തികൾ അഴിയുന്നു. ഇന്ന് പകൽ ചിലർ ജീവനെ കാണും, ചിലർ ജീവനെ കാണും, ചില ജീവന്റെ പ്രവൃത്തി കാണും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ ദൈവപ്രവൃത്തി കാണും. ആമേൻ. നീ ഇന്ന് പകൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നിന്നെ കാത്തിരിക്കും. ആമേൻ. നിന്റെ കണ്ണുകൊണ്ട് നീ ചില ദൈവപ്രവൃത്തി കാണും. ഹല്ലേലൂയ. ഈ ആലയത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനകത്ത് പല ചോദ്യങ്ങളും ദൈവത്തോട് ചോദിച്ചില്ലേ? ഇന്ന് പകൽക്കാലം ആമേൻ എന്റെ നാവ് കൊണ്ട് ഞാൻ ജീവനിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. ആമേൻ. നീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇന്ന് പകൽക്കാലം നിന്നെ കാത്തു നിൽക്കുകയാ. ദൈവകുഞ്ഞെ നീ കാണും, നീ കാണും, നീ നന്മ കാണും. നീ തിന്മയല്ല കാണുന്നത്, തകർച്ചയല്ല കാണുന്നേ. ദൈവകുഞ്ഞെ നീ ഉയർച്ച കാണും. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചത് ആമേൻ സ്തോത്രം നിരാശപ്പെട്ട് ജീവിക്കാനല്ല, പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കാനല്ല. ആമേൻ. പ്രത്യാശയില്ലാത്തവരുടെ നടുവിൽ നിന്റെ പ്രത്യാശ കണ്ട് അനേകം പേർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുറത്തു വരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നിന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുകയാ. നിന്റെ അകത്തൊരു ജീവന്റെ ശക്തി വ്യാപരിക്കുകയാ. നിന്റെ ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കുക. ആമേൻ സ്തോത്രം. നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ജീവൻ വ്യാപരിക്കുക. ഓ സ്തോത്ര. തടസ്സമായി കിടക്കുന്ന മണ്ഡലങ്ങളിൽ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ആമേൻ. വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്നു. ആമേൻ. അസാധ്യമെന്ന് ആമേൻ തോന്നുന്നതിനെ ദൈവം സാധ്യമാക്കാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുകയാ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് വന്നേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരികയാണ്. സ്തോത്രം. ആമേൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്തോത്രം. വേഗത്തിൽ മുമ്പോട്ട് വന്നേ. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ ശക്തികൾക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ മേലൊരു ജീവൻ, നിങ്ങളുടെ മേൽ ഹല്ലേലൂയ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആമേൻ മുമ്പോട്ട് വന്നേ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ ഒരു ജീവനെ പകരാൻ പോകുക. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികള് ഇന്ന് പകൽക്കാലം ദൈവം അതിനെ പൊട്ടിക്കാൻ പോകുക. ഒരു മഹത്വം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ഈ തലമുറകളുടെ മേൽ ഇവരുടെ വഴികളെ അടയ്ക്കുന്ന, ഇവരുടെ വഴികളെ തടയുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം ഇവരെ വീട്ടുമാറി ആമേൻ സ്തോത്രം ഇവരുടെ മേൽ ഒരു ജീവൻ വ്യാപരിക്കാൻ പോകുക. ഇന്ന് പകലിൽ ഇവരുടെ മേൽ ഒരു ജീവൻ വ്യാപരിക്കാൻ പോകുക. ചില ആമേൻ സ്തോത്രം ഇവർക്ക് അസാധ്യമായി ഇവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകളുടെ മേൽ ആമേൻ വെല്ലുവിളിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികൾ, എല്ലാം ആമേൻ മരണത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവേ, ഇവിടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ജീവൻ യേശുവിന്റെ നാമത്തിൽ ഇവിടെ മേൽ ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ മേൽ ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. 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 ഇവിടെ മേൽ ജീവൻ വെളിപ്പെടട്ടെ. ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. എല്ലാ ഉയർച്ചകളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ആമേൻ ഉയർച്ച വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആമേൻ ഉയർച്ച വെളിപ്പെടട്ടെ. എല്ലാ മരണത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഈ തലമുറകളെ നോക്കി ആമേൻ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2024 അവിടെ വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ കർത്താവേ, ഇന്നുവരെ അവർ കാണാത്ത ആമേൻ ജയം, ഇന്നുവരെ കാണാത്ത ജയം, ഇന്നുവരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. വിദ്യാഭ്യാസ മേഖലകളിൽ ആമേൻ പുതുവഴികൾ തുറന്നു വരട്ടെ. ലഭിക്കത്തില്ലെന്ന് പറയുന്നത് അവിടെ ജീവിതത്തിൽ ലഭിക്കും. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതുവഴികളെ തുറക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി പുതിയ അഡ്മിഷൻ ദൈവം ഒരുക്കും. ശ്രേഷ്ഠകരമായ ആമേൻ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു ഉയർച്ച ഈ പട്ടണത്തിന് നടുവിൽ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ കരം വെച്ച് പ്രാർത്ഥിച്ച നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ കാണും. ആമേൻ. സ്തോത്രം. അനേകം പേർ നിങ്ങളുടെ മുമ്പിൽ ആമേൻ സല്യൂട്ട് ചെയ്യത്തക്ക നിലകളിൽ ചില ഉയർച്ചകൾ ഇതിനകത്ത് നിൽക്കുന്ന തലമുറകളുടെ മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരികയാ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. മരണത്തിന്റെ ശക്തി അവരെ തൊടത്തില്ല. അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ഇവരിലൂടെ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടട്ടെ. ഇവരോട് ആമേൻ ഇവരുടെ അടുക്കൽ ആമേൻ ശത്രു വരാൻ അനുവദിക്കരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ആമേൻ. സ്തോത്രം. ദൈവഹിതമില്ലാത്ത ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ അടുക്കൽ വരരുത്. നിന്റെ കൃപ ഇവരെ കവർ ചെയ്യണമേ. നിന്റെ ജീവൻ ഇവരെ കവർ ചെയ്യണമേ. മരണത്തിന്റെ ശക്തിക്ക് തൊടുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങളുടെ സ്വന്തം പ്രാണനെ മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രാണനെ കൂടെ കരുതുവാൻ ഈ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നു വെച്ചിരിക്കാൻ എൻ്റെ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ അവൻ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നപ്പ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവേ, ഈ ആരാധന കഴിഞ്ഞ് അങ്ങയുടെ മക്കൾ കടന്നു പോകുമ്പോൾ, അവിടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ചില ദൈവപ്രവർത്തി കാണട്ടപ്പ. അവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ അവരെ കാത്തു നിൽക്കട്ടെ, അവരെ കാത്തു നിൽക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവസഭയെ, അങ്ങയുടെ മക്കളെ ഞാൻ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കൂടെയിരിക്കും. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.